ഇപ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്താ? അസീം മുനീറിന്റെ കുടുംബത്തെ നേരെ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കുന്നു. അവിടുത്തെ പല രാഷ്ട്രീയ നേതാക്കളും അവരുടെ കുടുംബങ്ങളെയൊക്കെ അന്യരാജ്യങ്ങളിലേക്ക് വിടുന്നു. അവിടുത്തെ ജഡ്ജിമാരൊക്കെ അവധിയെടുത്ത് വിദേശയാത്രയിലേക്ക് പോയിരിക്കുന്നു. ഇതാ സ്ഥിതി. അസീം മുനീറിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ? ഈ സംഭവത്തിന് ശേഷം ആഫ്റ്റർ ഈ പഹൽഗാം അറ്റാക്കിന് ശേഷം അസീം മുനീറിനെ കണ്ടിട്ടുണ്ട്. പോട്ടെ, റാവൽപിണ്ടിയാണല്ലോ ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്, ഈ സോൾജേഴ്സ് പിന്നെ ആർമി ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരാളുടെ പ്രസ്താവന വന്നിട്ടില്ല. ഏതെങ്കിലും ഒരു പ്രസംഗം വന്നിട്ടുണ്ടോ? ഇല്ല. ഇനിയിപ്പോൾ എന്താ പ്രശ്നം എന്നറിയോ? ആർമി എപ്പോഴും ചെയ്യുന്ന അങ്ങനെയാണ് പാകിസ്ഥാനിൽ. അവരൊരു പ്രശ്നം ഉണ്ടാക്കും, എന്നിട്ട് പിന്നെ അതിൻ്റെ പൊളിറ്റിക്കൽ റാമിഫിക്കേഷൻ എല്ലാം നേരിടേണ്ടത്, അതിനെല്ലാം പരിഹാരം ഉണ്ടാക്കേണ്ടത് രാഷ്ട്രീയ നേതൃത്വമാണ്. ആ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തലയിലേക്ക് ഇത് വെച്ചു കൊടുക്കും. ഇത് പല സമയത്തായിട്ട് അവിടെ ആർമി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ പറയുന്നത് അവരുടെ ഇന്റേണൽ ഇൻസർജൻസീസ് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തിട്ടാണ്. ബലൂചിസ്ഥാൻ പോലും വലിയ തലവേദന നിൽക്കുന്നു, അല്ലേ? POK വലിയ തലവേദനയായിട്ട് നിൽക്കുന്നു, പിന്നെ ഖൈബർ പങ്ക്തുവാ വലിയ തലവേദനയായിട്ട് നിൽക്കുന്നു. അങ്ങനെ പാകിസ്ഥാൻ ചിന്ന ഭിന്നമാകാൻ നിൽക്കുന്നു. സാമ്പത്തികമായി അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക്. അതിന് നിങ്ങൾ സംഭാവന അഭ്യർത്ഥി സഹായം. അതുകൊണ്ട് നിങ്ങൾ സംഭാവന തന്ന് സഹായിക്കണം. ഞാനൊരു കണക്ക് കണ്ടത് ഞെട്ടിപ്പിക്കുന്ന കണക്കാണ് കേട്ടോ. കാരണം വെച്ചാൽ അന്താരാഷ്ട്ര നാണയനിധി IMF എന്ന് പറയുന്ന സംഘടനയുണ്ടല്ലോ, IMF 24 പ്രാവശ്യമാണ് പാകിസ്ഥാൻ കടം കൊടുത്തിരിക്കുന്നത്. ലോകത്തൊരു രാജ്യത്തിന് ഇതുപോലെ കടം കൊടുത്തിട്ടില്ല. എന്താ? വേണ്ട വേണ്ട മേടിനാ അപ്പാരി നമ്മസ്ഥിതി മേടിച്ച് വായിച്ച് നോക്ക്. അപ്പ അറിയാൻ ഞങ്ങളുടെ സ്ഥിതി. ഓരോ പ്രാവശ്യവും പാകിസ്ഥാനെ ബെയിൽ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ IMF സഹായിച്ചിട്ടുണ്ട്. IMFന്റെ സഹായം നിന്നു. ഇതൊക്കെയാണ് പ്രശ്നം, പാകിസ്ഥാന്റെ പ്രശ്നം. അമേരിക്കയുടെ സഹായം നിന്നു. ഈ രീതിയിൽ സാമ്പത്തികമായും അതുപോലെ തന്നെ രാഷ്ട്രീയമായും ചിന്നഭിന്നമാകാൻ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാന്നേ ഈ ഇന്ത്യക്കെതിരായിട്ടുള്ള ഈ പോരാട്ടം എന്ന് പറയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഈ പ്രകോപനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു മണിക്കൂറിന് മുമ്പ് വളരെ കൗതുകരമായിട്ടുള്ള ഒരു ന്യൂസ് ഡെവലപ്മെന്റ് എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം തന്നെ ഷബാസ് ഷെരീഫ് പറഞ്ഞല്ലോ, പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, ഒരു ന്യൂട്രൽ എൻക്വയറി വേണമെന്ന്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന ആരാന്നറിയോ? ഖ്വാജ ആസിഫ് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഖ്വാജ ആസിഫിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താ അറിയോ? ഐദർ റഷ്യ ഓർ ചൈന. നിങ്ങൾ രണ്ടുപേരിൽ ആരെങ്കിലും ഇതൊന്ന് മീഡിയേറ്റ് ചെയ്യണം എന്നാ പറഞ്ഞത്. എന്നിട്ട് കാരണം എന്താ അറിയോ? പാനിക്കാണ്. ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി കാണേണ്ട കാര്യം വെച്ചാൽ ഷിംല കരാർ പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് അറിയോ? എസ്കലേഷൻ മാത്രമല്ല, ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് പാടില്ല എന്നാണ് ഈ 71 ഈ ഷിംല കരാർ പറയുന്നത്. അതായത് എന്തെങ്കിലും ഉഭയകക്ഷി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ പിന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കണം എന്നുള്ളതാണ് ഷിംല കരാറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടന്റ്. അതിനെ വയലേറ്റ് ചെയ്യാൻ പല തവണ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട്. പല ഇന്റർനാഷണൽ ഫോറം, അതായത് ഈ UN അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് പറയും ഞങ്ങളുടെ പ്രശ്നമാണ് കാശ്മീർ, നിങ്ങൾ ഇടപെടണേ. പക്ഷെ പറ്റില്ല. കാരണം വെച്ചാൽ ഷിംല കരാർ ലോകം അംഗീകരിച്ചിട്ടുള്ളൊരു കരാറാണ്. അതുകൊണ്ട് ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് പറ്റില്ല. ഇപ്പം എന്താ കളിക്കുന്നതെന്ന് അറിയാവോ? അതാ ഇൻഡസ് വാലി ഇൻഡസ് റിവർ ട്രീറ്റി ഉണ്ടല്ലോ, അതിൽ നിന്ന് പിന്നോട്ട് പോയിരിക്കുന്നു. അത് വേൾഡ് ബാങ്ക് പിന്നെ മീഡിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ട്രീറ്റിയാണ്. അപ്പം ഞങ്ങൾ ഷിംല കരാറിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. ഇനി വേണ്ടത് ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് കേട്ടോ. ഒരു സംശയം വേണ്ട, ആരൊക്കെ ഇടപെടേണ്ടത് എന്ന കാര്യത്തിനകത്ത് പാകിസ്ഥാൻ ഒരു സംശയമില്ല. ഖ്വാജ ആസിഫിന്റെ ഒരു മണിക്കൂർ മുമ്പ് വന്നിട്ടുള്ള പ്രസ്താവനയാണ്, ഐദർ റഷ്യ ഓർ ചൈന ഷുഡ് മീഡിയേറ്റ്. പിന്നെ നിന്റെയൊക്കെ മനം പരിശോധിക്കില്ല എന്റെ ജോലി. ഈ രീതിയിൽ ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവരിക. ഇന്റർനാഷണൽ ഇൻവോൾവ്മെന്റ് കൊണ്ടുവന്നിട്ട് കാശ്മീർ വീണ്ടും ഒരു ഇന്റർനാഷണൽ വിഷയമാക്കി നിർത്തുക. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന ഒരു ദേശീയ രാഷ്ട്ര വികാരം ഉണ്ടാക്കുക. ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ പഹൽഗാം എന്ന് പറയുന്ന അറ്റാക്ക് ഉണ്ടായിരിക്കുന്നത്. ഈ അറ്റാക്കിന് മുമ്പിൽ മടക്കാനൊന്നും ഇന്ത്യ പോകുന്നില്ല എന്ന് മാത്രവുമല്ല, വളരെ സമാധാനത്തോടുകൂടിയാണ് ഇന്ത്യയുടെ എല്ലാ പ്രതികരണങ്ങളും. അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണോ? ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? വിൽ ഹി ഗീവ് അപ്പ്? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ഒരു പ്രതികരണം നടത്തുന്നത് കണ്ടിട്ടുണ്ടോ? എനി സ്റ്റേറ്റ്മെന്റ് ഫ്രം രാജ്നാഥ് സിംഗ്? ഇല്ലല്ലോ. അമിത്ഷാ ഏതെങ്കിലും തരത്തിലുള്ള അവിടെയൊക്കെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് വിശകലനം ചെയ്യുന്നു എന്നുള്ളതല്ലാതെ, കൃത്യമായിട്ടുള്ള മീറ്റിങ്ങുകൾ നടക്കുന്നു എന്നുള്ളതല്ലാതെ പാകിസ്ഥാനെ അടിച്ചില്ലാതാക്കി കളയുമെന്ന് അമിത്ഷാ പറഞ്ഞു. രാജ്യത്തിന്റെ രക്ഷാമന്ത്രിയാണല്ലോ രാജ്നാഥ് സിംഗ്, പറഞ്ഞോ പാകിസ്ഥാനെ ഞങ്ങൾ നാളെ രാവിലെ ഇല്ലാതാക്കാൻ പോവുകയാണെന്ന്, ഞങ്ങളുടെ കയ്യിലുള്ള മിസൈലുകളെല്ലാം ഞങ്ങൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്, ഇപ്പം തന്നെ അടിക്കും എന്ന് പറഞ്ഞു. ഇല്ല, ഇന്ത്യയുടെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതൃത്വം എന്ന് പറയുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി മാത്രമാണ് ഇക്കാര്യത്തിൽ സംസാരിച്ചിരിക്കുന്നത്. പക്ഷെ അടിക്കടി പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രകോപനപരമായ പ്രസ്താവനകളുണ്ടല്ലോ, അത് അവരുടെ ദൗർബല്യത്തെ വെളിപ്പെടുത്തുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവരുടെ ദൗർബല്യവും അവരുടെ ഭയാശങ്കകളുമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. സംഭവിക്കാൻ പാടില്ലാത്തൊരു കാര്യം യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ ആർമിയുടെ മാനിപ്പുലേഷനിലൂടെ സംഭവിച്ചിരിക്കുന്നു. അതോടുകൂടി പാകിസ്ഥാന്റെ രാഷ്ട്രീയ നേതൃത്വം വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയായല്ലോ ഈശ്വര. പുറത്തിറങ്ങാൻ പറ്റില്ല. എന്താ
ഞാൻ വിചാരിക്കുന്നതിൽ കേട്ടോ ഈ പറയുന്ന ഉമ്മാക്കുകളി കൊണ്ടൊന്നും ബലൂചിസ്ഥാനോട് എൻ്റെ ഒരു രാഷ്ട്രവികാരം ഉണ്ടാകും, പാകിസ്ഥാനോടൊപ്പം നിൽക്കുക എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഇസ്ലാമാബാദിനെതിരായിട്ട് നിലപാടെടുത്തിരിക്കുന്ന ആളുള്ള ബലൂചിസ്ഥാനികൾ എന്ന് മാത്രമല്ല, പഹൽഗാമിലെ അറ്റാക്ക് ഉണ്ടായ ദിവസം അവരവിടെ മെഴുകുതിരി കത്തിച്ച് ഇന്ത്യക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ആളുകളാണ് ഈ പറയുന്ന ബലൂചിസ്ഥാനിലെ ലിബറേഷൻ ആർമി എന്ന് പറയുന്നത്. ഞങ്ങളോട് രണ്ടാളോട് കളിക്കാൻ ആരുണ്ടാ? ആ അർത്ഥത്തിൽ പാകിസ്ഥാൻ ഈ രാഷ്ട്രത്തെ ഒന്നിച്ചു നിർത്താൻ വേണ്ടി ഒരു കാശ്മീർ വികാരമുണ്ടാക്കി, ആന്റി ഇന്ത്യ വികാരമുണ്ടാക്കി നടത്തുന്ന ഈ നീക്കങ്ങളും പ്രകോപനപരമായ പ്രസ്താവനകളും ഒക്കെ അടിക്കടി അവരെ പിന്നോട്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അവർ അന്താരാഷ്ട്ര സമ്മർദ്ദത്തിൽ കൂടിയാണ്. ആ അർത്ഥത്തിൽ ഭയാശങ്കയിൽ പെട്ടിരിക്കുകയാണ് പാകിസ്ഥാൻ എന്ന് തന്നെയാണ് എൻ്റെ വിലയിരുത്തൽ. 100% ഞാൻ യോജിക്കുന്നു. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് പാകിസ്ഥാനെതിരെ ഇന്ത്യയുടെ നിലപാട് സീറോ ടോളറൻസ് എന്നുള്ളതാണ്. ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും, അതിപ്പോൾ റഷ്യ വന്നാലും ചൈന വന്നാലും ആരിടപെട്ടാലും ഒരു മധ്യസ്ഥ ശ്രമത്തിനും ഇന്ത്യ ഇനി നിന്നു കൊടുക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താൽ നന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ തുടരെയുള്ള യോഗങ്ങൾ ചേർന്നുകൊണ്ടിരിക്കുന്നത്. പെട്ടെന്നുള്ള ഒരു നീക്കത്തിനപ്പുറം ഘട്ടം ഘട്ടമായിട്ടുള്ള നീക്കങ്ങൾ പല ഭാഗങ്ങളിലായി നീക്കിയിട്ടുണ്ട്. പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് മാധ്യമങ്ങൾക്കടക്കം നിയന്ത്രണമുണ്ട്. എന്തൊക്കെയാണ് സേനാവിന്യാസം, എവിടെയൊക്കെയാണ് ഈ ആക്ഷൻസ് നടത്തുന്നത് എന്നതടക്കം തത്സമയം സംപ്രേഷണം ചെയ്യുന്നതിന് എല്ലാവർക്കും നിയന്ത്രണങ്ങളുണ്ട്. പണി വരുന്നുണ്ടവറാച്ച. ആണവായുധം പ്രയോഗിക്കുമെന്നൊക്കെയുള്ള വെല്ലുവിളികളെ നമ്മൾ ചെറുതായി കാണുന്നുമില്ല. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണിലേക്ക് ഇത് വന്ന് പതിച്ചാലുണ്ടാകുന്ന നാശനഷ്ടം എത്രത്തോളമാണ്, ആളപായം എത്രത്തോളമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ പൂർണ്ണമായും അവെയറുമാണ്. അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിൽ തന്നെ തിരിച്ചടി കൊടുക്കുക എന്ന രീതിയിലേക്ക് ഇന്ത്യ കടന്നിട്ടുണ്ട്. അതിനാൽ എൻ്റെ സഹോദരങ്ങളെ വിഷം കുത്തി നശിപ്പിക്കാൻ തുനിയുന്നവർ ആരായാലും അവരുടെ മേൽ അശനിപാതം പോലെ ഞാൻ പ്രഹരമേൽപ്പിക്കും. ചർച്ചകളെല്ലാം കൃത്യമായി പൂർത്തിയായി വരുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ട് ഇന്നത്തെ രാത്രി വളരെ പ്രധാനമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഈ പല കാര്യങ്ങളിലും പാകിസ്ഥാൻ അടുത്തതായി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി അറിഞ്ഞ് അതിനുള്ള ഒരു പ്രതിരോധം തീർക്കുകയെങ്കിലും നമ്മുടെ രാജ്യത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ലഷ്കർ ഇ തൊയ്ബ എന്ന ഭീകര സംഘടനയുമായി നേരിട്ട് ബന്ധമുള്ളവരുടെ വീടുകൾ 9 പേർ നേരിട്ട് ബന്ധമുള്ളവരാണ്. 9 വീടുകൾ ഇടിച്ചു നിരത്തിയിട്ടുണ്ട് ഇക്കഴിഞ്ഞ 3 ദിവസങ്ങളിലായി. അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും സന്തോഷമുണ്ടാക്കുന്ന, അഭിമാനമുണ്ടാക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ കശ്മീരിലുണ്ട്. എന്താണെന്നോ, നേരത്തെയൊക്കെ സൈന്യത്തിന് നേരെ കല്ലെറിയുന്ന കശ്മീരിലെ യുവാക്കളെ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് ത്രിവർണ്ണ പതാക ഏന്തി ഇന്ത്യക്ക് വേണ്ടി പാകിസ്ഥാനെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട്, ഭീകരതയ്ക്കെതിരായി മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് കശ്മീരികളായ യുവാക്കൾ തെരുവുകളിലുണ്ട്. നമ്മുടെ ക്യാമറയിലടക്കം എത്ര പേരാണ് വന്ന് തത്സമയം പ്രതികരണങ്ങൾ നൽകുന്നത്. അതായത് ഞങ്ങളുടെ ലൈവ്ലിഹുഡിനെയാണ്, ഞങ്ങളുടെ ജീവിതത്തെയാണ് ഈ ആക്രമണത്തിലൂടെ ഈ ഭീകരർ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് എന്ന പൂർണ്ണ ബോധ്യം അവർക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു പ്രൗഡ് മൊമെന്റ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് വേറെ തരത്തിലുള്ള പരാമർശങ്ങളോ ഒന്നും തന്നെ നമ്മുടെ നേതാക്കളുടെയോ അല്ലെങ്കിൽ ഭരണത്തലവന്മാരുടെയോ ഒന്നും ഭാഗത്തു നിന്ന് ഉണ്ടാകാത്തത്. 100% ഞാൻ യോജിക്കുന്നു. ഇതിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച പാകിസ്ഥാനോടുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് നെഗറ്റീവാണ്. ഇതുവരെ വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ നമ്മൾ വെച്ച് നോക്കുമ്പോൾ പാകിസ്ഥാനാണ് പഹൽഗാമിൽ ആക്രമണം നടത്തിയവരെ പിന്തുണച്ചതും വെടിനിർത്തൽ കരാർ ലംഘിച്ചതും പാകിസ്ഥാനാണ്. അപ്പോൾ പാകിസ്ഥാൻ ഇപ്പോൾ നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പൂർണ്ണമായും ലോകരാജ്യങ്ങളുടെ മുന്നിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് വസ്തുത. നാവികസേനയുടെ അഭ്യാസ പ്രകടനമടക്കം നമ്മുടേതായ ഒരുക്കങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുമുണ്ട്. ഇനി ഒരു അനുനയ നീക്കത്തിന് ഇന്ത്യ നിന്നു കൊടുക്കില്ല എന്നതാണ് ഈ വിഷയത്തിലെ എൻ്റെ ടേക്ക്. പ്രകോപനം തുടരുന്ന പാകിസ്ഥാന് അതിൻ്റെതായ നാണയത്തിലുള്ള തിരിച്ചുള്ള മറുപടിയാണ് ഇനി ഉണ്ടാവും. I prefer to die rather than pointing the gun towards those 13 souls. Now you decide and give the order, sir.